നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല നീ, കാരണം പാമ്പ് ഒരു ഭയങ്കര ഇഷ്യൂ ആവും. അല്ല, ഇതിനിടയ്ക്കൂടെയൊക്കെ പാമ്പ് കയറും. ടൈറ്റ് ആയിട്ടുള്ള നെറ്റ് കൊടുത്താലല്ലേ? അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ ഈ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്? ഇത് പൊക്കാനായിട്ടൊക്കെ. ഓ, എന്നിട്ട് ഓ, ഇങ്ങനെ എടുത്ത് മാറ്റിട്ട് അയാൾ അകത്തോട്ട് കയറും. ഓക്കെ. ഇത് നമ്മൾ ആൾക്കാരെ നിർത്തി ചെയ്യിച്ചതാ. കൊള്ളാം, നല്ല ഐഡിയ കേട്ടോ. ഇതിന് ഇത്ര കോഴിക്ക് ഇത്ര മെഷർമെൻറ്റ് വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല. ഈ കോഴിക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ പുറവശത്താണ്. ഇങ്ങനൊരു കൂപ്പും അതിനോട് ചേർന്നൊരു വാക്ക് വേയും കോഴികൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും. ഇവിടെ മനുഷ്യരെ പോലെ തന്നെ ഇവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇറങ്ങി നടക്കാനും കൂട്ടിക്കയറാനും. സമയാസമയം കൂട്ടിക്കയറാം, ഇറങ്ങി നടക്കാം, ഇഷ്ടം പോലെ സ്ഥലം. അവരുടെ മെയിൻ കൂട് പിന്നെ ഇങ്ങനെ എക്സ്റ്റൻഷനാണ് അങ്ങോട്ട്. ഏതാണ്ട് 25 അടി നീളവും 4 അടി വീതിയും ഉണ്ട് ഇവരുടെ വാക്ക് വേക്ക്. ഇവർക്കിതിൽ സ്വതന്ത്രമായിട്ട് നടക്കാം. രാത്രി ആകുമ്പം അവർക്ക് പോയി അവരുടെ കൂട്ടി കയറുകയും ചെയ്യാം. ദേ, ഒരാൾ എൻ്റെ പുറകിന് വരുന്നുണ്ട്. ഇതാണ് കൂട്. ഈ സ്റ്റെപ്പേ കയറിയാൽ നേരെ അവരുടെ കൂട്ടിലേക്കാണ്. ഓ, ഇത് പെല്ലറ്റാ അല്ലേ? പെല്ലറ്റ്സ് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. വെള്ളം ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായി നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ഓ, വെരി ഗുഡ്. അപ്പോൾ മുട്ട ഇടാനായിട്ടേ ഇതിനകത്ത് കയറുമോ അതോ ഇവിടെ ഇടുമോ? ഈ ചെറിയ വീട്ടിലാണേ ഇവർ രാത്രി കയറിയിരിക്കുന്നതും മുട്ടയിടുന്നതും ഒക്കെ. ഈ വീടിനകത്ത് പല തട്ടുകളുണ്ട്, കമ്പുകൾ പലതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സേഫ് ആൻഡ് സെക്യൂറാണ്, കവേർഡുമാണ്. അപ്പം മഴയോ വെയിലോ എന്തു വന്നാലും അവരിവിടെ സേഫായിട്ടിരുന്നോളൂ. കോഴികൾക്ക് അവരുടെ രീതി അനുസരിച്ച് ചകഞ്ഞ് പെറുക്കി കഴിക്കാൻ നല്ല സൗകര്യമാണ്. കാരണം ഈ തറയിൽ കിടക്കുന്നത് വൈക്കോല്, മണ്ണ്, പിന്നെ തടിയുടെ ചെറിയ ചിപ്സ്. അപ്പോൾ ഇതിനകത്തുള്ള ചെറിയ ചെറിയ അണുക്കളെയും പുഴുക്കളെയും ഒക്കെ ഇവർക്ക് കഴിക്കാനും പറ്റും. പ്രകൃതിയോട് ഇണങ്ങി ചേർന്നാണ് അവരുടെ ജീവിതം. ഈ ബക്കറ്റിലാണ് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വാട്ടർ ഫീഡർ ഇട്ടിരിക്കുക. അപ്പോൾ കോഴിക്ക് കറക്റ്റായിട്ട് വെള്ളം കുടിക്കാം. കുറേ ഏറെ നാളത്തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനും നല്ല സൗകര്യമാണ്. വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വെള്ളം താഴെ വീഴുവോ പരിസരം വൃത്തികേടാവുകയോ ചെയ്യൂല. വൈക്കോലും മരത്തിൻ്റെ ചിപ്സും ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്, കാഷ്ടവും പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് ഇവിടെ സ്മെല്ലേ ഇല്ല. ആകെ ഇവിടെ 8 പേരുണ്ട്. പക്ഷേ ഈ 8 പേരും 8 നാട്ടുകാരാണ്. 8 വെറൈറ്റിയാണ്. മുട്ടയാണേലും പല കളറാണ്. വെള്ളയും ഗ്രേയും ബ്രൗണും എല്ലാം ഉണ്ട്. അമേരിക്കയിലെ ഇമിഗ്രൻസ് അല്ലേ കൂടുതൽ, ഇവരും അങ്ങനെ തന്നെയായി. ഡെയിലി 5 പേരെങ്കിലും മുട്ട ഇട്ടിരിക്കും. ഈ തറ നനയാത്തത് കൊണ്ട് ഇവിടെ ചെളിയോ മണമോ അഴുക്കോ ഒന്നുമില്ല. അതുകൊണ്ട് വർഷത്തിൽ 3 അല്ല 4 പ്രാവശ്യം ഈ തറ ക്ലീൻ ചെയ്താൽ മതി. ഈ കിട്ടുന്ന കോഴിക്കാഷ്ടവേ ഇവിടെ തന്നെ ഉപയോഗിക്കുക. ഇവിടെ ഒരു കൊച്ചു പച്ചക്കറിത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ വാഴയുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു വീട് പോലെ തന്നെ കോഴിയും പച്ചക്കറികളും വാഴയും എല്ലാം കൂടെ ചേർന്നാണ് ഇവരുടെ വീട്. കൂടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നല്ല തഴച്ചു വളർന്ന പച്ചക്കറികൾ, പയറ്, ബീൻസ്, ചോളം, പിന്നെന്താ ബീൻസ് തന്നെ പലവിധം. ഇതെല്ലാം നല്ല തഴച്ചു നിൽക്കുക. കാരണം എന്താ, ഇവർക്ക് കിട്ടുന്ന വളവേ ഈ കോഴിക്കൂട്ടിലേതല്ലേ. കോഴിക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടക്കാം. കൊള്ളാം. ദേ ഇവിടെ പ്ലാസ്റ്റിക് കവർ ഇട്ടിരിക്കുക, അതുകൊണ്ട് വെള്ളവും വീഴില്ല. ഈ കോഴികളെ കുഞ്ഞായിരുന്നപ്പോൾ ദേ ഈ ബോക്സിലിട്ടാണ് വളർത്തത്. അതിനുശേഷം അവർ വലുതായി കഴിഞ്ഞപ്പം ദേ ഇങ്ങോട്ടങ്ങ് മാറ്റി.
ഇവിടെ ഇവർക്ക് ടോട്ടൽ ഫ്രീഡമാണ്. ഇങ്ങോട്ട് തൊട്ട് അങ്ങോളം ഇവർക്ക് ഇറങ്ങി നടക്കാം. രാത്രി ആകുമ്പോഴേ അങ്ങ് ദൂരെയുള്ള ആ കോഴിക്കുട്ടി കയറി ഇരുന്നാൽ മതി. അവിടെ മുട്ടയിടുന്നതും അവിടെ തന്നെയാണ്. ഈ സ്റ്റെപ്പ് കയറിയാണ് ഇവർ ഈ കൂടിനകത്തേക്ക് പോകുന്നത്. അവരുടെ മെയിൻ കോഴിക്കൂടിനെ ഇങ്ങനൊരു വിൻഡോയും ഉണ്ട് കേട്ടോ. ഗ്ലാസ് വിൻഡോയാണ്. പിന്നെ മുകളിലെ റൂഫ് ഇങ്ങനെ ആസ്പെറ്റോസ് പോലത്തെ, പക്ഷേ തടിയുടെയും ആസ്പെറ്റോസിൻ്റെയും കൂടെ ഒരു മിക്സാന്ന് തോന്നുന്നു. അപ്പം മഴയോ വെയിലോ ഒന്നും അവരലട്ടില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും കയറ്റി വിട്ടിരിക്കുക. എന്താണെന്നല്ലേ, മുന്തിരിയെ. അപ്പോൾ ഇവർക്ക് നല്ല തണുപ്പും കിട്ടും. ഇതിനകത്ത് തീറ്റ കൊടുക്കുന്നത് ഇങ്ങനെ പൊക്കിയാണ്. 2-3 ആഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ഈ ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യാനുസരണം മാത്രമേ ഇവർക്ക് കഴിക്കാൻ പറ്റൂ. ഇവർ കൊത്തിയെടുക്കുന്നതനുസരിച്ച് പെല്ലറ്റ് താഴേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഈ ബക്കറ്റിൽ വെള്ളം സ്റ്റോർ ചെയ്യാം. വെള്ളമാണെങ്കിലും ഈ വെള്ളത്തിൻ്റെ ഫീഡർ വഴി മാത്രമേ താഴോട്ട് വരൂ. അപ്പം ഒട്ടും താഴെയും പോകില്ല. നമ്മൾ ഇതിനകത്തോട്ട് അഴുക്കോ വെള്ളമോ ഒന്നും വീഴുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നതും ഒരു സ്മെല്ല് പോലും ഇല്ലാത്തതും. കോഴിക്കോടിന് നല്ല തണൽ കൊടുക്കാനായിട്ട് ഏഷ്യൻ പെയറുണ്ട്. ഇല കാണാത്ത പോലെ കായുണ്ട്, പക്ഷേ മൂക്കുന്ന സമയമായിട്ടില്ല. നിറച്ച് കായ്ച്ചു നിൽക്കുന്ന മുളക്, ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചുമന്ന ചീര, നല്ല പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സാലഡ് കുക്കുംബർ, തക്കാളിയുടെ കാര്യം പിന്നെ പറയണ്ട, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അവർ കുറേയേറെ പറിച്ചതാണെന്നും പറഞ്ഞു. മൂത്തതും മൂക്കാത്തതുമായി നിറയെ തക്കാളികൾ. ഇനിയുണ്ട് ചോളം, കായ്ച്ചു നിൽക്കുന്ന ചോളം. ഇത് പച്ച ബീൻസാണ്. പറിക്കാറായിട്ടില്ല, മൂത്തിട്ടില്ല. ഇതും ബീൻസാണ്, വേറൊരു വെറൈറ്റി. ഇതിൻ്റെ കളർ ഇങ്ങനെയാട്ടോ. ഡെയിലി ആവശ്യത്തിനുള്ള പച്ചക്കറികളും മുട്ടയൊക്കെ അവർക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇതൊന്നും അല്ലാണ്ട് ഇവിടെ വേറൊരു സാധനമുണ്ട്, വാഴ. ഇപ്രാവശ്യത്തെ ഓണത്തിന് വാഴയിലേ വേണം ഇവർക്ക് സദ്യ ഉണ്ണാൻ. അതിനായിട്ടല്ല, സൂക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ഇൻസെക്ട് ട്രാപ്പ്. ഇതിനകത്തും ആൾക്കാർ വീണ് കിടപ്പുണ്ട്. എവിടെ ചെന്നാലും ഇങ്ങനെയുള്ളവരും ഉണ്ട്. പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, ചെടികളുമുണ്ട്. ചുമന്ന റോസ, പിന്നെ ഇതാണ്ട് ഓറഞ്ച് റോസ, അങ്ങനെ പല പല റോസകൾ തന്നെയുണ്ട്. പിന്നെ ഹാങ്ങിങ് ചെടികൾ. പിന്നെ ബിനോയുടെയും നീനയുടെയും കഴിവുകളൊക്കെ വിളിച്ചോതുന്ന കുറേ ആർട്ട് വർക്കുകളും ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ എൻട്രി. ഇവിടെ മതിലുകളൊന്നുമല്ല, ഇങ്ങനെയുള്ള നല്ല നല്ല ചെടികൾ നല്ല ഷേപ്പിൽ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുക. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലേ നല്ല ഭംഗിയുള്ള ഒരു അമേരിക്കൻ വീട്. മുമ്പിൽ മുഴുവനും പൂച്ചെടികളാണ്. എവിടെ ചെന്നാലുമേ മണ്ണിനെ മറക്കാത്ത മലയാളികൾ. 1 ഇഞ്ച് ഭൂമിയുണ്ടോ അവിടെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ കുഴിച്ചു വയ്ക്കും.